കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കടമെടുപ്പ് പരിധിക്ക് വ്യാഖ്യാനം ആവശ്യമുണ്ടെന്ന് നിരീക്ഷിച്ചാണ് 2-അംഗ ബെഞ്ചിന്റെ നടപടി. കേരളത്തിന് ഇടക്കാല ആശ്വാസം നൽകിയെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്ത് കേരളം നൽകിയ പ്രധാന ഹർജിയാണ് 2-അംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്കായി വിട്ടത്. കേരളം ഉന്നയിച്ച വിഷയങ്ങളിൽ ഭരണഘടനാപരമായ വ്യാഖ്യാനം ആവശ്യമുണ്ടെന്ന് നിരീക്ഷിച്ചാണ് 2-അംഗ ബെഞ്ചിന്റെ നടപടി. ഭരണഘടനയുടെ അനുച്ഛേദം 293 ഇതുവരെ നിയമപരമായ വ്യാഖ്യാനത്തിന് വിധേയമായിട്ടില്ല. കേരളത്തിന്റെ ആവശ്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീകരണ സൗകര്യം, അപരിഹാര്യമായ നഷ്ടം എന്നിവ പരിശോധിക്കണം. ഈ സാഹചര്യത്തിൽ വിഷയം 5-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നതാണ് ഉചിതമെന്നും 2-അംഗ ബെഞ്ച് നിരീക്ഷിച്ചു. ഒരിക്കൽ പരിധി കവിഞ്ഞ് കടമെടുത്താൽ അടുത്ത തവണ കടമെടുപ്പിൽ കുറവ് വരുത്തുന്നതിൽ കേന്ദ്രത്തിന് തീരുമാനമെടുക്കാമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. സുപ്രീം കോടതി ഇടപെടലിലൂടെ ഇതിനകം കേരളത്തിന് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. ആകെ 13,608 കോടി രൂപ കേരളത്തിന് ഇടക്കാലാശ്വാസമായി കേന്ദ്ര സർക്കാർ നൽകി. കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇടക്കാല ഉത്തരവിന് മാത്രം ബാധകമാണെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി കേരളത്തിന്റെ ഇടക്കാല ആവശ്യം സംബന്ധിച്ച ഹർജി തീർപ്പാക്കി. ജസ്റ്റിസ് സൂര്യകാന്ത്, കെ വി വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റേതാണ് തീരുമാനം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.